സാറിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ പോലെ സാർ മറ്റുള്ള സ്കൂൾസിലേക്ക് AI ട്യൂട്ടർ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കും സാർ അതിനെ റെക്കമെൻഡ് ചെയ്യുക? ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫൈഡ് പ്ലാൻ എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു സ്കൂളിലും അല്ലെങ്കിൽ ലോകത്തെ എവിടെ എടുത്തു കഴിഞ്ഞാലും ശരി എല്ലാവരും ഒരേ പർപ്പസിന് വേണ്ടി ജനിച്ചവരല്ല. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാലൻസ് ഉള്ളവരെയൊക്കെ നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആകണം. നേരത്തെയുള്ള സിലബസുകളുടെയൊക്കെ പ്രശ്നം എന്താണ്? അത് ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാവും, തിയറി പഠിച്ച് അവിടെ അവസാനിക്കും. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ ലാബിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ ചെയ്യും. ഒരു തേർഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് പ്രൊഡക്ട്സൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കും. അതായത് നമുക്ക് കിറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ച് നമ്മൾ പ്രൊഡക്ട്സൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കും. അതുവരെയാണ് സാധാരണയിലേക്ക് എത്താറുള്ളത്. എന്നിട്ട് കുട്ടീൻ്റെ അത് ഷോക്കേഴ്സ് ചെയ്യാന്നാണ് പറയാം. ടാലൻറ്റ് എന്ത് ചെയ്യുക? ഷോക്കേഴ്സ് ചെയ്യുക. അപ്പോൾ അതിനൊരു എക്സിബിഷൻ ഉണ്ടാവും, പാരൻസ് വരും, അപ്രീഷിയേറ്റ് ചെയ്യും, അവാർഡോ സർട്ടിഫിക്കറ്റോ കൊടുക്കും. ഇവിടെയാണ് അവസാനിക്കുന്നത്. പക്ഷേ ഫോർത്ത് ലെവൽ എന്ന് പറയുന്നത് ഈ കുട്ടിയെ തന്നെ ബോധ്യപ്പെടുത്തലാണ്. ഇതെന്തിനു വേണ്ടിയല്ല, ഇത് ഷോക്കേഴ്സ് ചെയ്യാനോ എക്സിബിറ്റ് ചെയ്യാൻ മാത്രമല്ല. ദിസ് ഈസ് എ പ്രൊഡക്റ്റ് ദാറ്റ് യു ക്യാൻ സെൽ ഔട്ട്, യു ക്യാൻ ഏൺ. ആ ഒരു രീതിയിൽ കുട്ടിയെ മെല്ലെ ബാക്കപ്പ് ചെയ്ത് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ചെയ്യിപ്പിച്ച് അതിനുള്ള ഒക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്ത് ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരിതുണ്ടല്ലോ, അത് ആണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? AI ട്യൂട്ടർ വയ്ക്കുന്നുണ്ട്.